നിങ്ങൾക്കൊക്കെ അനുഭവമുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നിങ്ങളെയൊക്കെ പെണ്ണ് കാണാൻ വന്നോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷേ ഈ സുപ്രനെ കാണാൻ ഒരു ചെറുക്കൻ വന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ടിപ്പുമായിട്ടൊക്കെ വന്നതാണ്, നേരത്തെ ചെയ്തതാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ്. അപ്പോൾ ഇന്നും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തത് തന്നെയാണ് ഇന്നും ഞാൻ ചെയ്തിട്ട് മുഖത്തൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വന്നത്. ഞാൻ അപ്പോഴും പറയുന്നുണ്ട് കുളിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേണ്ട, നമുക്ക് ഇൻട്രോ ആയിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഇത്. അപ്പോൾ ഏതൊരു സംഭവങ്ങളാണെങ്കിലും നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. എൻ്റെ മോള് പറയും എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യാൻ പറയും. അപ്പോഴവള് ആദ്യത്തെ ദിവസം തേച്ചിട്ട് ആണ്ടമ്മേ വെളുത്തോ ഇല്ല വെളുത്തില്ല ചുമ്മാതെ പറയും. ഞാൻ പറയും അപ്പോഴൊരു നമുക്ക് അടുപ്പിച്ചൊന്ന് ചെയ്താലല്ലേ അതിൻ്റെ വ്യത്യാസം നമുക്ക് മാറ്റം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആരെന്ത് ഞാനായാൽ തന്നെ എന്ത് ചെയ്താലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അല്ലേ. അപ്പോഴും നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കുഞ്ഞു ടിപ്പുകൾ നമ്മൾ പരീക്ഷിക്കും കേട്ടോ. ഈ സുപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ട് എല്ലാവരും പരീക്ഷിച്ചത് നല്ല റിസൾട്ടാണ് കേട്ടോ. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്ന് മനസ്സിലാക്കണം, ഓരോരുത്തർക്കും ഓരോ സ്കിന്നിൻ്റെ അത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ചിലർക്ക് പിടിക്കത്തില്ല, അത് ചെയ്ത് അവർക്ക് അങ്ങനെ നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് എന്താ നമ്മുടെ സ്കിന്നിന് എന്താ അനുയോജ്യമായിട്ടുള്ളത് അത് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് അപ്പോൾ നിങ്ങൾ ഞാനും ഇനി ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് നോക്കണം, പരീക്ഷിക്കണം. നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ അല്ലാതെ നമുക്ക് നമ്മുടെ പലർക്കും പല സ്കിന്നിൻ്റെ ചിലർക്ക് നല്ല എണ്ണമയമുള്ളത്, എൻ്റെ വലിയ കുഴപ്പമില്ലാത്ത എണ്ണമയമൊക്കെ ഉള്ള ഒരു കേട്ടോ മുഖത്തൊക്കെ. അതുകൊണ്ട് എനിക്കിത് ചേർന്നു, എനിക്ക് എൻ്റെ ഇതുമായിട്ട് ചേർന്നു കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ തെറി വിളിക്കല്ലേ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നല്ലതാണെങ്കിൽ മാത്രം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് നോക്കും, നമുക്കത് സക്സസ് ആണെന്ന് കാണുവാണെങ്കിൽ വീണ്ടും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൾ കാണിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? നമുക്ക് ഇണങ്ങുന്ന നമ്മുടെ ഇതായിട്ടുള്ളത് നമ്മളത് കണ്ടുപിടിക്കണം കേട്ടോ. എനിക്കത് കുഴപ്പമില്ല, എനിക്കൊന്ന് എന്താ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ടിപ്പൊക്കെയാണ് അത്. അല്ലാതെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു. ഇനിയിപ്പോൾ സുപ്രൂനെ അവിടെ നോക്കിയാൽ മതി, പ്രതീക്ഷിച്ചാൽ മതി, അമ്പലപ്പറമ്പിൽ കേട്ടോ. അതാണ് മെയിൻ. ഞാൻ വിചാരിച്ച അടുക്കളയിലെ അങ്ങോട്ട് മാറ്റി വെച്ച് രാത്രിയിലെ മീൻകറിയൊക്കെ വെക്കും കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ മീനൊന്നും തൊടണ്ടാന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തേ പറയുന്നത്. അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് കാക്കച്ചിമാർ സമ്മതിക്കുന്നില്ല. വീഡിയോ ഒക്കെ എടുത്തു ഞാനൊന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഭയങ്കര അലപ്പ്. നമ്മൾ വീഡിയോ ഇത് തന്നെ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ച് നിൽക്കും, ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടില്ല. കാക്കച്ചി പെണ്ണിനെ ഞാൻ എന്ത് ചെയ്യും, മിക്കവാറും അവർക്ക് ഞാൻ കൊടുക്കുന്ന ലേറ് കേട്ടോ. ഞാനത് അറിഞ്ഞതേ ഇല്ല. ഭയങ്കര സൗണ്ട്, ഞാൻ പറയുന്നത് തന്നെ കേൾക്കുന്നു തന്നെ എനിക്ക് സംശയം വന്നു, സങ്കടം വന്നു കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മൾ ആ പെരട്ടി നമ്മൾ പൗഡർ ഒട്ടും തേച്ചിട്ടില്ല. ചിലപ്പം വിശ്വാസം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പൊട്ടൊക്കെ ഇട്ട് വരുമ്പം വിചാരിക്കും നമ്മൾ അത് എന്തെങ്കിലും തേച്ചിട്ടോ. ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് സോപ്പ് ഇട്ട് തേച്ച് കഴിയിട്ടാണല്ലോ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പെരട്ടി. പിന്നെ തേക്കരുത് കേട്ടോ. എൻ്റെ മോക്ക് അങ്ങനെ ഞാൻ പറയും, നീ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല, ആദ്യം സോപ്പിട്ട് കഴിയിട്ട് മാത്രം ചെയ്യുമോ. കൊച്ചിന് അത് അറിയത്തൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു മക്കൾ പിന്നെ ചെയ്തിട്ട് പ്രയോജനമില്ല കേട്ടോ.
അതാര് ചെയ്താലും. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ കമൻറ്റ് തരുന്നവർക്കൊക്കെ ഒത്തിരി സന്തോഷം, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും എല്ലാം ചക്കരയും സൂപ്പറിൻ്റെ വക കിട്ടിയില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. എനിക്ക് ഇവിടെ കൊടുക്കാനുണ്ട്, ബാക്കി ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ നോക്കിയിരിക്കുക എൻ്റെ ഉമ്മയ്ക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ പങ്കൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അടിപിടിയെങ്ങാണം കൂടുവാണെങ്കിൽ, എനിക്ക് കിട്ടിയില്ലെന്നെങ്ങാണം പറയുവാണെങ്കിലാ കേട്ടോ ആടി തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഞാൻ മുട്ട തേച്ചത്, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അന്നേരം വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ, ഒത്തിരി പേര് കണ്ടു, ഒത്തിരി ലൈക്കൊക്കെ തന്നു. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക്. എൻ്റെ മോള് കുശുംബിയാണ്, എന്നാലും ഇന്നലെ പറഞ്ഞ അമ്മയുടെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും ഒക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു നല്ല വിശ്വാസമാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നും നമ്മൾ മുട്ട തേക്കാൻ പോവുക. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് രാവിലെ ഇത്തിരി നേരം നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ആരോ ഒരു മോളാണെന്ന് തോന്നുന്നു എണ്ണ തേച്ചിട്ട് കഴുകി കളയണമെന്ന് ചോദിച്ചായിരുന്നു. കഴുകി കളയണ്ട, നമ്മുടെ ചേച്ചിമാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കഴുകി കളയുന്നത് എന്തിനാ? പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെമ്പരത്തിപ്പൂ ഇട്ട എണ്ണയാണ് നമ്മൾ കാച്ചി തേക്കുന്നത്. ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റേ ഭയങ്കര മുടി ഒഴിച്ചിലായിരുന്നു, മൂക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, മൊത്തം പൊഴിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പം പിന്നെ ഞാൻ ചെമ്പരത്തി ഇലയല്ലല്ലോ, ചെമ്പരത്തി ഇലയെന്നാണ് പൂവെന്നാണ് പറയും, ചെമ്പരത്തി പൂവിട്ട പിന്നെ വെളിച്ചെണ്ണ കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ച് ഞാൻ എണ്ണ കഴിച്ചു. നല്ല കളറല്ലേ, നല്ല രസമുണ്ട്. ദേഹത്തും മുഖത്തും ഒക്കെ നമുക്ക് പുരട്ടാം കേട്ടോ. പക്ഷേ ഞാനത് തേക്കത്തില്ല കേട്ടോ, വെളിച്ചെണ്ണ എനിക്ക് ഇഷ്ടമല്ല മുഖത്തൊന്നും തേക്കുന്നത്. അപ്പോഴേ ഇത് തേച്ചു ഇത്തിരി നേരമായി കേട്ടോ. രാവിലെ നമ്മളങ്ങ് തേച്ചാൽ നമ്മുടെ മുടിക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ മുട്ട തല്ലി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ട തല്ലി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ടയുടെ വെള്ള. അപ്പോൾ ഞാൻ ഇതും കൊണ്ടൊക്കെ കലക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ എളുപ്പം നന്നായിട്ട് നമുക്ക് കലങ്ങി കിട്ടും. പിന്നെ നാരങ്ങ നീര് ഒരു തുള്ളിയൊക്കെ ഒഴിക്കാൻ ചേച്ചിമാർ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ നാരങ്ങ നീര് ചേർക്കത്തില്ല കേട്ടോ, മുട്ട മാത്രം. അല്ലെങ്കിൽ പിന്നെ മുട്ടയുടെ കൂടെ കുറച്ച് നമ്മൾ ഈ തല പെരട്ടുന്ന എണ്ണയുണ്ടല്ലോ അത് ചേർക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ നീര് ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നരയൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അത് പുരട്ടി നരയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയല്ലേ പറയണം ചേച്ചിമാരൊക്കെ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഈ സംഭവം കേട്ടോ. മുട്ട തേച്ച് ഒത്തിരി വ്യത്യാസമുണ്ട്. മുടിക്ക് എനിക്ക് ഇത്രയും മുടിക്ക് നല്ല കട്ടിയൊന്നും ഇല്ലായിരുന്നു. ഉള്ള മുടിക്ക് നല്ല കട്ടിയുണ്ട്, നന്നായിട്ട് ഒരുമിച്ച് അത് വളർന്നു വരുന്നത് ഇപ്പം കേട്ടോ. നമുക്ക് നോക്കാം ഏതുവരെ ആവുമെന്ന്. ഇങ്ങനെ അടിച്ച് നമ്മൾ പടത്തിട്ട് നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥന തുടങ്ങി. യേശപ്പച്ച ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണേ പൊന്നു തമ്പുരാനേ, യേശുവേ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കേൾക്കണേ പൊന്നു തമ്പുരാനേ. ഞങ്ങളുടെ കുടുംബത്തിനെയൊക്കെ ഒരാപത്തില്ലാതെ ഓരോ ദിവസവും കാത്തു പരിപാലിക്കണേ പൊന്നു തമ്പുരാനേ. എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ യേശപ്പച്ചനോട് കേട്ടോ. ഞാൻ എപ്പോഴും ഇത് പുള്ളിക്കാരൻ്റെ അവിടെ പൊറുതിയൊന്നും കാണത്തില്ല, സമാധാനം കാണത്തില്ല. അവിടെ ഇരുന്ന് സ്വയം പറയുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യാനാ, നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിർത്തരുത്, നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കൊരു സമാധാനം തമ്പുരാൻ തരും കേട്ടോ. അപ്പോൾ ഈ സൂപ്പർ ഇതൊന്ന് പതപ്പിക്കട്ടെ, നന്നായിട്ടൊന്ന് പതപ്പിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഇച്ചിരി കൂടെ താത്ത് വയ്ക്കാൻ നേരം. അപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കുന്ന പെൺകുട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് മുടി വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാർക്ക് എല്ലാവർക്കും, ഇവിടെ എനിക്ക് ചിറ്റപ്പൻ്റെ മക്കൾ എല്ലാവർക്കും നല്ല മുടി ഉണ്ടായിരുന്നു. അത് കാരണമാണെന്ന് തോന്നുന്നു പാവം ഈ പയ്യനും ആഗ്രഹിച്ചു. പക്ഷെ കിട്ടിയതോ മുടിയില്ലാത്ത ഒരു പെണ്ണിനെ. അപ്പോഴും നമ്മൾ നമുക്ക് രക്ഷപ്പെടണ്ടേ. മുടിയില്ലാതിരുന്ന പെണ്ണിനെ തന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. അത് ഇതിറേ കേട്ടോ, കണ്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. എന്നാലും ഒരു മനസ്സിൽ വിഷമം കാണുമല്ലേ, എന്താണെങ്കിലും ഒരു മനസ്സിൽ വിഷമം കാണും. ഏതെങ്കിലും ഒരു കോണിൽ അവൾക്ക് മുടിയില്ലല്ലോ എന്നുള്ള വിഷമം കാണും. അത് നികത്താനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ സാരമില്ല, നമുക്ക് മുടിയൊക്കെ കിളിപ്പിക്കാം. ഈ സൂപ്പർ ഇതൊക്കെ ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കിട്ടും കേട്ടോ. പാവം എൻ്റെ അണ്ണൻ മോൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കൊച്ചിന് മുടി പോയതെന്ന് വെച്ചാൽ സ്കൂൾ ആനിവേഴ്സറിക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടോ
8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതേ താഴെ വരെ കിടന്ന് നമ്മുടെ നമുക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി 10ാം ക്ലാസ്സിൽ ആനിവേഴ്സറിക്ക് അങ്ങോട്ട് ഫ്രണ്ടിൽ നിന്ന് ഈ മുടിയെല്ലാം കൂടെ അങ്ങോട്ട് അഴിച്ചിട്ട്, ഞാൻ ചെന്നപ്പം പിള്ളേരെല്ലാം ഒരുങ്ങി നിൽക്കത്തില്ലേ, ഞാൻ ചെന്നപ്പം ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ അത് കെട്ടിയിട്ട് നീ ഡാൻസ് കളിക്കും. കൊച്ചു ഫ്രണ്ടിലാണ് നിന്ന്. അതോടുകൂടി അവളുടെ മുടിയെല്ലാം പോയി കിട്ടി. സത്യമായിട്ടും നമ്മൾ വിചാരിക്കും കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ, പക്ഷേ ഉണ്ട് കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ മുടിയെല്ലാം അങ്ങനെ പോയത്. ഒത്തിരി മുടി ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പിടിക്കാൻ ഒക്കത്തില്ലായിരുന്നു. എങ്ങനെ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. ഒരു നന്നായിട്ടോ മൂടുണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പം പിന്നെ വീണ്ടും ഈ എണ്ണയൊക്കെ പെട്ടെന്നുകൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാ ചുമ്മാ പറയണേ കണ്ണൊന്നും ഇല്ലെന്ന്. കണ്ണൊന്നും ഉണ്ട്, കണ്ണൊക്കെ ഉണ്ട്, കണ്ണ് വീഴും ചിലർ. അപ്പോഴത്തേ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം പറിപ്പിക്കണം. ഞാനും വിചാരിച്ചു ഈ മുട്ടയ്ക്ക് ഭയങ്കര സ്മെല്ലൊക്കെയാണെന്ന്. പക്ഷേ നമ്മളിപ്പോൾ തേച്ച് തുടങ്ങിയപ്പം നമുക്ക് വ്യത്യാസം സ്മെല്ലില്ലെന്നൊക്കെ നമുക്ക് നാരങ്ങ നീര് ചേർത്തില്ലെങ്കിൽ നമുക്ക് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു കഥ പറയാം. മുട്ട പതപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് കഥയും കൂടെ പറഞ്ഞ് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. നിങ്ങളെ ഞാൻ പിടിച്ചിരിക്കട്ടെ, നിങ്ങൾക്ക് ദേഷ്യം പറ്റില്ല. എന്നെ കല്ല് പറക്കി എറിയത്തില്ലേ, എന്നെ പൊന്നെ കല്ല് പറക്കൊന്നും എറിയല്ലേ, വെറ്റിലൊന്നും പറക്കി ഈ സുപ്രൂവിനെ എറിഞ്ഞളയല്ലേ, പാവം സുപ്രു അല്ലേ നിങ്ങളുടേത്. കേൾക്കുന്നുണ്ട് ഈ ശബ്ദം കൊണ്ടോ? വലിയൊരു വിചാരിക്കും ഇവിടെ തട്ടുകട തുടങ്ങിയത്. നാട്ടുകാരെ, അയൽവാസികളെ, തിരുനേരത്തേക്ക് 10-15 മിനിറ്റിന് കഴിഞ്ഞ് സുപ്രൂവിനെ തിരക്കാൻ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ടയൊക്കെ പതപ്പിച്ച് വന്നു. എന്നിട്ട് നമ്മുടെ ഓയിൽ കുപ്പിക്കകത്തോട്ട് തേക്കണം കേട്ടോ. ഇത് കളയണ്ട നമുക്ക്. ഒരു കാര്യം പറയാം. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്കൊക്കെ അനുഭവമുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നിങ്ങളെയൊക്കെ പെണ്ണ് കാണാൻ വന്നോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷേ ഈ സുപ്രനെ കാണാൻ ഒരു ചെറുക്കൻ വന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം. സംഭവം എന്ന് വെച്ചാലോ ഉണ്ടല്ലോ, പോകാതിരുന്ന എൻ്റെ ഭാഗ്യം. സംഭവം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിന് മുന്നേ ഒരു പയ്യൻ്റെ പെങ്ങളും അളിയനും കൂടെ വന്ന് നേരെ വെളുക്കുന്നതിന് മുമ്പ് ഒരു 7 മണിയൊക്കെ ആയി കാണും കേട്ടോ. ഞാൻ ഉറക്കപ്പിച്ചേന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴീ ആരോ പറഞ്ഞ് അവരൊരു പെണ്ണുണ്ട്, നല്ല സ്വഭാവമുള്ള ഒരു പൈങ്കിളി കുട്ടിയാണ്, വന്ന് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂന്ന് അവരോട് പറഞ്ഞു കാണും. നല്ല തങ്കപ്പെട്ട മനസ്സാ, ചെന്ന് കയറിയാലും മഹാലക്ഷ്മിയെ പോലെ അവിടെ ബാണോട് എന്നൊക്കെ ആരാ പറഞ്ഞു കാണും കേട്ടോ. അപ്പോഴാണല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ സുപ്രൂനെ കാണാൻ വന്നത് കേട്ടോ. സുപ്രൂനെ കാണാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഈ വെളുപ്പാങ്കാലത്തും സമയമൊന്നും ഓർക്കുന്നില്ല, എന്തായാലും 7 മണി സമയമൊക്കെ ആയി കാണും കേട്ടോ. ഈ അളിയനും പെങ്ങളും കൂടെ വന്നു. ചെക്കൻ്റെ പെങ്ങളും മുടി കണ്ടോ നമ്മുടെ ചെക്കൻ്റെ പെങ്ങളും അളിയനും കൂടെ വന്നു. ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, മരിച്ചു പോയി കേട്ടോ. പാവം ചെക്കന് അല്ലേ, നമ്മൾ സങ്കടം വരും. അപ്പോഴും അച്ഛനും അമ്മയില്ല, മരിച്ചുപോയി. എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കമ്പനി ജോലിക്കാരനാണ് പുള്ളി. ഏതോ ഒരു കമ്പനിയിൽ, നമ്മുടെ ഇവിടെ നിന്നല്ല, പുറത്തെങ്ങോ ഒരു കമ്പനിയിൽ. അപ്പോൾ ചെറുക്കൻ്റെ പെങ്ങളും അങ്ങനെ ആണല്ലോ, മാതാപിതാക്കളില്ലെങ്കിൽ പിന്നെ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ ആണല്ലോ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അവർ രണ്ടും കൂടെ വന്നു. നമ്മളിങ്ങനെ കല്യാണപ്രായമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ആരെങ്കിലുമൊക്കെ വന്ന് കാണും, നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ വന്ന് കണ്ടിട്ടൊക്കെ പോയി. ഗ്രഹനിലയുണ്ടല്ലോ, നമുക്കൊക്കെ ഹിന്ദുക്കളുടെ ഇത് വെച്ച് ഗ്രഹനിലയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അവർ ചെറുക്കൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോഴും പറഞ്ഞിട്ട് പോയത് പയ്യൻ വരട്ടെ വന്ന് കാണാമെന്ന്. അപ്പോഴത്തേന് പിന്നെ നമ്മുടെ ഇവിടുത്തെ ചെക്കൻ എങ്ങാണ്ടൊക്കെ പോയി. ചെറുക്കൻ എന്താ ഒന്നും ശരിയായില്ല. നമുക്ക് എന്തൊക്കെയോ ഒരുപാടെടുത്ത് നമ്മുടെ അണ്ണ കല്യാണം ചെറുക്കണ്ണിനെ ഇങ്ങനെ ആലോചിച്ച് നടന്നേ. അതിന് മുന്നേ ഞങ്ങളുടേത് തമ്മിൽ നോക്കിയപ്പം രണ്ടാം നാൾ മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് അത് കാത്തു വെച്ചു. പിന്നെ ഈ ചെറുക്കൻ എവിടെയൊക്കെയോ നാട്ടിൽ മൊത്തം പെണ്ണ് കാണാമെന്നാണ്. എന്തോ ചെയ്യാൻ, ചെറുക്കൻ എങ്ങും കല്യാണം ഉറച്ചില്ല. അപ്പോഴേ ദൈവം ആരെ വെച്ചിരുന്നു? ഈ സുപ്രക്കുട്ടീനെ വെച്ചിരുന്നു ഈ ചെറുക്കന് വേണ്ടി കേട്ടോ. മഹാലക്ഷ്മി പോലുള്ള ഒരു പെണ്ണിനെ പിന്നെ ആർക്ക് കൊടുക്കും ദൈവം? അപ്പോഴങ്ങനെ അവരങ്ങ് പെങ്ങളും അളിയനും അങ്ങ് പോയി. അപ്പോഴത്തേനും നമ്മുടെ ബന്ധുക്കൾ തന്നെ
നമ്മളെ കേട്ടോ. അങ്ങനെയുള്ള ഒരു കല്യാണമായിരുന്നു ഞങ്ങളുടേത്. നാളും പൊരുത്തോന്നും രണ്ടാം നാളും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതുവരെ തമ്പുരാൻ വിചാരിച്ചു നമുക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരു ഇത്തിരി ഇപ്പം വന്ന് വയസ്സായി വരുന്നതോളം ഇത്തിരി നേരം പോലും കാണാതെ ഇരിക്കത്തില്ല. എന്താ അത്രയ്ക്ക് നമ്മളിത് കേട്ടോ. അതൊക്കെ ചുമ്മാതെ പറയുന്നത്. നമ്മൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ പരസ്പര ബഹുമാനം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ആ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്നെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ ആയിരുന്നു. പിന്നെ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞായിരുന്നെന്ന് തോന്നി ഈ സംഭവങ്ങൾ കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ആയിരുന്നു. അപ്പോഴും നമ്മുടെ ആൽബമൊക്കെ കിട്ടി. നമ്മുടെ വീട്ടിലെ ആൽബം ഉണ്ട്, നമുക്ക് ഇവിടെയും ആൽബമൊക്കെ കിട്ടി. ഇതൊക്കെ കാസറ്റും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടി. അങ്ങനെ ഒരു 11 മണിയൊക്കെ അമ്മ എന്നോട് പിന്നെ വിളിച്ച് പറയാം, ഒരു ചെറുക്കനും അവർ കാണാൻ ചെറുക്കൻ നാട്ടിൽ വന്നേരെ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ചു. എന്നിട്ട് അമ്മ പറയുന്നില്ല എൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളത് പറയുന്നില്ല ഇവരോട് കേട്ടോ. കല്യാണം കഴിഞ്ഞെന്നുള്ളത് അമ്മ പറയുന്നില്ല. അമ്മ നാരങ്ങ വെള്ളമൊക്കെ കൊണ്ടുകൊടുത്ത് അവർ നന്നായിട്ട് സൽക്കരിച്ചു. എന്നിട്ട് അവസാനം പിന്നെ ഇതെല്ലാം പറഞ്ഞു. അമ്മ കല്യാണ ആൽബം കൊണ്ടുപോയി അവരെ കാണിച്ചു തന്നു. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ടി വിയുടെ പണ്ടൊക്കെ അങ്ങനെയൊക്കെയല്ലേ, നമ്മുടെ ടി വിയുടെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഫോട്ടോ കല്യാണത്തിൻ്റെയൊക്കെ വെക്കുമല്ലോ. എവിടെ കണ്ട് കാണത്തില്ല കേട്ടോ. പിന്നെ അമ്മ പിന്നെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ചെറുക്കൻ എന്ത് പറയാനാ, ചെറുക്കൻ ഈ പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ട് വന്നത്. പക്ഷെ നടന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സുരേഷണനെയായിരുന്നു വിധിച്ചത് എനിക്ക് കേട്ടോ. എന്താ പറയുന്നത്, വിധിച്ചതേ അടങ്ങത്തുള്ളൂ. എത്ര ഇവിടെയൊക്കെ ദൂരെയൊക്കെ പോയി പെണ്ണ് കണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത്ര അടുത്തായിട്ടും 15 മിനിറ്റ് ഉള്ളു നമ്മുടെ ഈ വീടും എൻ്റെ വീടുമായിട്ടുള്ള കേട്ടോ. ദൂരെയൊക്കെ പോയി പെണ്ണിനൊക്കെ ഉണ്ട്. എത്ര പെൺപിള്ളേരൊക്കെ ഉണ്ടോ എണ്ണമില്ല കേട്ടോ. നമ്മുടെ അണ്ണനെ എവിടെയൊക്കെ പോയി കാപ്പി പിടിച്ചെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അണ്ണൻ പോയി കണ്ട പെണ്ണിനെ തന്നെ എൻ്റെ ആങ്ങള പോയി അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തർ അങ്ങനെയും പോയിട്ട് എൻ്റെ ആങ്ങളെയും പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ മത്സരമായിരുന്നു. അളിയന്മാർ തമ്മിൽ പെണ്ണ് കാണാൻ മത്സരം പറഞ്ഞ് ചിരിച്ചു പാടളകി കേട്ടോ. അപ്പോൾ അവരവർക്ക് ചേരേണ്ടതേ ദൈവം ചേർത്ത് വയ്ക്കത്തുള്ളൂ അല്ലേ. നല്ല കഥയാണ്. അങ്ങനെ എൻ്റെ അനുഭവം കേട്ടോ. കല്യാണം കഴിഞ്ഞൊരു ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നത് പാവം ചെറുക്കൻ എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ട് വന്നതായിരിക്കും. ഫോട്ടോയൊക്കെ കൊണ്ടുപോയിരുന്നു എൻ്റെ കേട്ടോ. എൻ്റെ നമ്മുടെ ആ സമയത്ത് അതിൽ വെൽവെറ്റിൻ്റെ ചുരിദാർ ഇറങ്ങിയ സമയമുണ്ടല്ലോ, അങ്ങനെ ഇട്ട ഒരു ഫോട്ടോയൊക്കെ അവർ കൊണ്ടുപോയി കേട്ടോ. ഇത്ര മണ്ണമൊന്നും ഇല്ലായിരുന്നല്ലോ എനിക്ക്. ഞാൻ ചെറുക്കനെയൊന്നും കണ്ടിട്ടില്ലേ. അങ്ങനെ കഴിഞ്ഞായിരിക്കും ചെറുക്കൻ്റെ കല്യാണം. മക്കളെയൊക്കെ കെട്ടിക്കാറോ വെട്ടാറോ ഒക്കെ ആയി കാണും. നമ്മുടെയൊക്കെ മക്കളെ കെട്ടിക്കാറൊക്കെ ആയില്ല. അപ്പോഴേക്കും ആ ചെറുക്കൻ്റെ കൊച്ചു പിള്ളേരായിരിക്കാം, നമുക്കറിയത്തില്ല. പിന്നെ ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. കഷ്ടം തന്നെ അല്ലേ. അപ്പോഴെൻ്റെ അമ്മ നൈസായിട്ട് നാരങ്ങാ വെള്ളവും കൊടുത്ത് മോടെ കല്യാണവും കഴിഞ്ഞത് പറഞ്ഞു വിട്ടു കേട്ടോ. എനിക്കത് ഇപ്പോഴും ഞാനത് ഓർക്കുന്നു കേട്ടോ. അതിൽ കഥയും പറഞ്ഞത് നമ്മുടെ മുടിയിൽ തലയോട്ടിയിലുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കണം. സത്യമായിട്ട് എൻ്റെ മുടി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ജീവനും പ്രാണനും ഇല്ലാത്ത എൻ്റെ മുടി ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ വന്നു. ഡിസംബർ വരെ എനിക്ക് സമയം തന്നിട്ടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഇത്തിരിയെങ്കിലും 1 ഇഞ്ചെങ്കിലും ഒരു പൊടിക്കെങ്കിലും ഇങ്ങനെ ഞാനത് ഒരുമിച്ച് വെട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ആ മുടി ഒരുമിച്ച് കിളിച്ചിറങ്ങുമ്പോൾ നമുക്ക് നല്ല പിടിക്കുമ്പോൾ നല്ല ഇത് തോന്നും കേട്ടോ. അല്ലെങ്കിൽ വാലാച്ചല അടക്കുമ്പോൾ ഒരു രസമില്ല. മേളത്തെ മുടിയൊക്കെ അതേ കിളിച്ചിറങ്ങി സൂപ്പറിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അന്നും കാണിച്ച് ഇല്ല ക്ലിപ്പിട്ട് പകുതി പോയെന്നൊക്കെ കണ്ടോ. ചുമ്മാതെ പറയുന്നേ അല്ലേ കണ്ടോ. നമ്മൾ വെട്ടിയതിൻ്റെ ഒപ്പം ആയി കേട്ടാ. സുരേഷണ്ണൻ ഇനി വിഷമിക്കേണ്ട, ഈ സൂപ്പർ മുടി വളർത്തി കാണിക്കും. അപ്പോൾ ഇന്നലെ എനിക്ക് തന്ന കമൻ്റൊക്കെ എനിക്ക് തന്നെ ചിരി വന്നു. പിന്നെ അതെടുത്ത് ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ സുരേഷണ്ണ ചിരിക്കാൻ കൊള്ളാമല്ലേ. നമ്മളെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം അവരെ സങ്കടപ്പെടുത്താൻ നോക്കരുത്.
ചിരിക്കാൻ എന്തെങ്കിലും ഭാഗമായിട്ട് ഇട്ട് കൊടുക്കണേ. ചിലർ ചിരിക്കും, ചിലർ ഒക്കെ പ്രാന്താ വട്ടാന്നൊക്കെ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ അതാ വിചാരിക്കുന്നത്. ഞാനിങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. കാണുന്നവരൊക്കെ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് മുഖത്തൊന്നും തേച്ചില്ല, ഇച്ചിരി കഴിഞ്ഞാൽ തേക്കുന്നുള്ളൂ. സോപ്പൊക്കെ ഇട്ട് കഴുകി വന്ന് നിൽക്കും കേട്ടോ. ഇനി എന്തേലും ഇതേണ്ടാണ്ടോ, നിങ്ങൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതിലേലും കുടിക്കുമ്പോൾ ഇച്ചിരി കാണത്തുള്ളേ, മുടിയും നനയുമ്പോൾ കേട്ടോ. വേണ്ട കേട്ടോ, നല്ല വ്യത്യാസമായി. ഞാൻ എല്ലാവരോടും നമ്മുടെ അണ്ണനോടും ചോദിക്കും, മോൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നതാണ് രസം കേട്ടോ. ദേ കിടക്കുന്നു വിളക്കുമുറിയുടെ മുന്നിൽ അമ്മയുടെ മുടി കിടക്കുന്നു, അവൻ പറയുന്നത് എനിക്ക് അത് കേൾക്കാൻ വേണ്ടി ഞാൻ അവനോട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുട്ടയൊക്കെ തേച്ചു, ഇനി കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. കുളിച്ചിട്ട് കാണുന്ന എന്തോ തലമുടി കഴുകിയത് പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയ, ഷാമ്പു ഒന്നും ഇടരുത് കേട്ടോ. മുട്ടയ്ക്ക് നല്ല വെള്ളയുണ്ടായിരുന്നു. ഇനി കുളിച്ചിട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ.